നമസ്കാരം. RJBC ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്രായേലിൻ്റെ നയം വ്യക്തമാണ്. പാലസ്തീൻ രാഷ്ട്രം ഇനി ഉണ്ടാകില്ല. IDF ഹെർമോൺ പർവ്വതത്തിൻ്റെ കൊടുമുടിയിലും സുരക്ഷാ മേഖലയിലും തുടരുന്നതായിരിക്കും. അവസാന തുരങ്കം വരെ ഗസയെ സൈനികവൽക്കരിക്കും. മഞ്ഞ മേഖലയിൽ IDFും പഴയ ഗസയിൽ അന്താരാഷ്ട്ര സേനയോ അല്ലെങ്കിൽ IDFോ ഹമാസിനെ നിരായുധീകരിക്കുന്നതായിരിക്കുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. മന്ത്രിസഭാ യോഗത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പാലസ്തീൻ രാഷ്ട്രത്തോടുള്ള തങ്ങളുടെ എതിർപ്പ് മാറിയിട്ടില്ല എന്നും ഗസയെ സൈനികവൽക്കരിക്കും, ഹമാസ് നിരായുധീകരിക്കപ്പെടും, എളുപ്പവഴിയിലൂടെയോ കഠിനമായ വഴിയിലൂടെയോ അതിന് ആരുടെ ശക്തിപ്പെടുത്തലുകളോ ട്വിറ്ററുകളോ പ്രഭാഷണങ്ങളോ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ഊന്നി പറയുകയുണ്ടായി. തുടർന്ന് അദ്ദേഹം രാഷ്ട്രീയ സുരക്ഷാ പശ്ചാത്തലത്തെക്കുറിച്ചും വിശദീകരിച്ചു. വർഷാവസാനത്തോടെയുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. അതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പ് വർഷവേളയിൽ ലിക്വിഡിനുള്ളിൽ നിന്നും പുറത്തുനിന്നും പ്രാഥമിക തെരഞ്ഞെടുപ്പ് അക്രമങ്ങളുടെ ഒരു തരംഗത്തിന് നാം സാക്ഷ്യം വഹിക്കുന്നു. നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ, മുൻകാലങ്ങളിൽ ഈ രീതിയിൽ കൈകാര്യം ചെയ്തതായി ഓർമ്മിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ ഒന്നാമതായി സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഈ വിഷയങ്ങൾ അവരുടെ ഉത്തരവാദിത്തമുള്ള പ്രധാനമന്ത്രിയുമായി ഏകോപിച്ചാണ് നിർണ്ണയിക്കുന്നതെന്ന് നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു എന്ന് ഊന്നി പറയുകയുണ്ടായി. ആദ്യത്തെ പ്രശ്നം ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗസയുടെ ഭാഗത്തിന്റെ സൈനികവൽക്കരണം നടത്താതിരിക്കുക എന്നതാണ്. അങ്ങനെയൊന്നും ഉണ്ടാകില്ല. 20 പോയിന്റുകൾ സമാധാന കരാറിൽ ഒപ്പിട്ടപ്പോൾ മറ്റേതെങ്കിലും ചട്ടക്കൂടിലോ ആ പ്രദേശം സൈനികവൽക്കരിക്കപ്പെടുമെന്നും ഹമാസ് നിരായുധീകരിക്കപ്പെടുമെന്നും എളുപ്പവഴിയിലൂടെയോ അല്ലെങ്കിൽ കഠിനമായ വഴികളിലൂടെ ആയിരിക്കും എന്നും പറയുകയുണ്ടായി. ഒരു പലസ്തീൻ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ജോർദാൻ നദിയുടെ പടിഞ്ഞാറുള്ള ഏതെങ്കിലും പ്രദേശത്ത് പാലസ്തീൻ രാഷ്ട്രത്തോടുള്ള എതിർപ്പ് ഉറച്ചതും കേടുകൂടാതെയും തുടരുന്നു. ഒരു മാറ്റവും അതിന് വരുത്തുകയില്ല. വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും സമ്മർദ്ദം നേരിടുന്ന ഈ ശ്രമങ്ങളെ പതിറ്റാണ്ടുകളായി ചെറുത്തു നിൽക്കുന്നു. അത് തുടരുക തന്നെ ചെയ്യും. ആരുടെയും ശക്തിപ്പെടുത്തലുകളോ പ്രഭാഷണങ്ങളോ അതിന് ആവശ്യമില്ല എന്നും പറയുകയുണ്ടായി. അടുത്തിടെ പൂർണ്ണമായും അപലപിക്കുന്ന 2 തരം കലാപങ്ങൾക്ക് ഇസ്രായേൽ സാക്ഷ്യം വഹിച്ചു. ആദ്യത്തേത് നമ്മുടെ സഹപ്രവർത്തകനായ MK ബെൻസുറിനെതിരെ നടന്ന അക്രമം ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള പൊതു ഉദ്യോഗസ്ഥർക്കെതിരായ അക്രമമാണ്. ഇത് വളരെ ചെറിയ ഒരു ന്യൂനപക്ഷമാണ്. അത് അൾട്രാ ഓർത്തഡോക്സ് പൊതുജനങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ല. എന്നാൽ ഈ നിയമലംഘനങ്ങൾക്കെതിരെ നമ്മുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് പോരാടണം. രണ്ടാമത്തെ അക്രമം ഒരു ന്യൂനപക്ഷമാണ്. ജൂഡിയയിലേക്കും സമരിയയിലേക്കും പ്രവേശിക്കുന്ന ഒരു ന്യൂനപക്ഷം. നിയമം അനുസരിക്കുന്നവരും വിശ്വസ്തരുമായ പൗരന്മാരുമായ വലിയ കുടിയേറ്റക്കാരെ അവർ പ്രതിനിധീകരിക്കുന്നില്ല. എന്നാൽ ഈ കലാപങ്ങൾക്കെതിരെ IDF സൈനികർക്കോ പലസ്തീനികൾക്കോ നേരെയായാലും ഞങ്ങൾ പൂർണ്ണ ശക്തിയോടെ പ്രവർത്തിക്കും. കാരണം ഇസ്രായേൽ ഒരു നിയമരാഷ്ട്രമാണ്. ഒരു നിയമരാഷ്ട്രം നിയമമനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലി ഉദ്യോഗസ്ഥർ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റിയോട് പറഞ്ഞു, ഗസയിലെ സായുധ ഗ്രൂപ്പുകളെ നിരായുധീകരിക്കാൻ അന്താരാഷ്ട്ര ആയുധങ്ങൾ ഉപയോഗിക്കണമെന്ന് ഇസ്രായേൽ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നു. തുർക്കി വിദേശകാര്യ മന്ത്രി ഹഗാൻ പറഞ്ഞു, സാഹചര്യങ്ങൾ ആവശ്യമെങ്കിൽ സൈന്യത്തെ വിന്യസിക്കുന്നത് ഉൾപ്പെടെ ഗസയിൽ നടപടിയെടുക്കാൻ തുർക്കി തയ്യാറാണ്. ഇസ്രായേലി പ്രവാസികാര്യ മന്ത്രി ശക്തമായി പ്രതികരിച്ചു. തുർക്കി ഇസ്രായേലിന് ഏറ്റവും വലിയ ഭീഷണിയാണ്. സിറിയയെ നമ്മെ ആക്രമിക്കാനുള്ള ഒരു മുന്നണിയായി അവർ മാറ്റുകയാണ്. തെക്കൻ ലെബനിലെ അൽ മസൂരിൽ ഒരു കാറിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി ഒരു ഹിസ്ബുള്ള ഭീകരനെ വധിക്കുകയുണ്ടായി. ഗസയിലെ ഹമാസ് കേന്ദ്രങ്ങൾ ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ഈവനിങ്ങളോടെ ആക്രമണം നടത്തുകയാണ്. തെക്കൻ ലെബനിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും പുതിയ ആക്രമണത്തിന്റെ ഒരു പകർപ്പാണ്. ഒരു സ്കൂൾ പ്രിൻസിപ്പലിനെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. മിനിറ്റുകൾക്ക് മുമ്പ് മൻസൂരി പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പൽ ആയിരുന്ന മുഹമ്മദ് ഷീഖിനെ ഒരു കാറിൽ ഇസ്രായേൽ നടത്തിയ റെയ്ഡിലാണ് ലക്ഷ്യം വച്ചിരിക്കുന്നത്. അതിന്റെ ഉദ്ദേശം ഇതുവരെ വ്യക്തമല്ല. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി RJBC ഫോളോ ചെയ്യുക. താങ്ക് യു. ഗുഡ് നൈറ്റ്.